മാഷേ, ഉമാ തോമസ് ഇപ്പോഴും ജീവന് വേണ്ടി പോരാടുകയാണ്. അതായത് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും വലിയ പ്രതീക്ഷ കുടുംബത്തിന് ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥനയിലാണ് അവർ തിരിച്ചു വരട്ടെ. ഇതിൽ ഒരു മുഖം കാണിച്ചുകൊണ്ടാണ്, ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു സിനിമാ നടിയുടെ മുഖം കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് വലിയ തട്ടിപ്പ്, ഏകദേശം 4 കോടിയിലധികം ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായി മാത്രം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അവരെ ചോദ്യം ചെയ്തേക്കും, അവരുടെ മൊഴി എടുത്തിട്ട് അതിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ ചോദ്യം ചെയ്തേക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്നതിനിടയിൽ ഇന്നലെ രാത്രി 11:30 കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക്, അവിടെ നിന്ന് അമേരിക്കയിലേക്ക് ദിവ്യ ഉണ്ണി യാത്രയായി. ദിവ്യ ഉണ്ണി മടങ്ങിപ്പോയി എന്നുള്ളതാണ്. വേണ്ടി വന്നാൽ നടിയെ ചോദ്യം ചെയ്യുമെന്ന് മടങ്ങിപ്പോയതിനു ശേഷം ഇന്നും പോലീസ് പറയുന്നുണ്ട്. ഇതുവരെ ഇവിടെ ഉള്ളപ്പോൾ ചോദ്യം ചെയ്യാത്ത പോലീസ് ഇനി അമേരിക്കയിൽ പോയി ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല. ഈ സുരേഷ് ഗോപിയെ മായി ബന്ധപ്പെട്ട്, അതായത് ദിവ്യ ഉണ്ണിയെ പോലെ സിനിമാ താരങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ രക്ഷകനായി മുന്നിൽ നിൽക്കുന്നത് സുരേഷ് ഗോപി എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും സഹായം ദിവ്യ ഉണ്ണിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? സുരേഷ് ഗോപി സിനിമാ ലോകത്തിൻ്റെ ഒരു പാറ്റേണായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. മുൻപില്ലാത്ത തരത്തിൽ എല്ലാ സിനിമാ പ്രവർത്തകരും സുരേഷ് ഗോപിയുടെ അടുത്ത് പോകുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, അദ്ദേഹം അത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വിഷയത്തിലും ദിവ്യ ഉണ്ണി അടങ്ങുന്ന സംഘങ്ങളെല്ലാം, സുരേഷ് ഗോപി പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായഹസ്തം തീർച്ചയായിട്ടും ഇതിലേക്ക് നീണ്ടിട്ടുണ്ടാകാം. അത് വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗം പോലെയാണ് സിനിമയിലെ എല്ലാ ആളുകളും അദ്ദേഹം കാണുന്നത്. രാഷ്ട്രീയം വേറെ, സിനിമ വേറെ എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും സുരേഷ് ഗോപി പുലർത്തുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു സിനിമാക്കാരൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ സിനിമാ നടിയുടെ പ്രശ്നം, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ദിവ്യ ഉണ്ണിയുടെ ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് അദ്ദേഹം തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം സഹായിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ വേണമെങ്കിൽ ഈ പ്രശ്നത്തിൽ പോലീസിനെ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാമായിരുന്നു. എന്താണ് അവർ ചെയ്ത കുറ്റം എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇനി അവർ അറിഞ്ഞിട്ടാണോ അത് ആ കുറ്റത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു തട്ടിപ്പിൽ, അതൊരു വലിയ സാമ്പത്തിക തട്ടിപ്പ് എന്ന നിലക്കാണ് ഇപ്പോൾ കേരളം കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ 12,000-ലധികം വരുന്ന നർത്തകരെ കണ്ടെത്തി അവരെ ഇത്തരത്തിൽ ഒരു വലിയ മെഗാ ഭരതനാട്യ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ഗിന്നസ് ബുക്കിൽ കയറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വലിയ പരിപാടി നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 3,600 മുതൽ 8,000 രൂപ വരെ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു സാധ്യത അനുസരിച്ച്, കാരണം വെറുതെ ഒരു ഗിന്നസ് ബുക്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ എത്ര കാശ് കൊടുക്കാനും തയ്യാറുള്ള മലയാളി പറ്റിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം മലയാളി. അപ്പോൾ എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ മലയാളിയെ പറ്റിക്കാനായിട്ട് പലതരത്തിലുള്ള കൗശലങ്ങളും തന്ത്രങ്ങളും മലയാളി തന്നെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് വരുന്നു. അതിലൊരു സൂത്രമാണ് ഇപ്പോൾ നടന്നത്. പക്ഷേ ഇത്ര കോടി എന്ന് കേട്ടപ്പോൾ കേരളം മുഴുവൻ ഞെട്ടി. കാരണം വളരെ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഒരു ലോജിക് എന്ന് പറഞ്ഞതിൻ്റെ. ഒന്ന്, ഈ ഗിന്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും വലിയൊരു ആവേശമാണ്. മലയാളിക്ക് ഇപ്പോൾ എന്താണ്, അതുകൊണ്ട് അതൊരു ആവേശമായിട്ട് മാറി. അത് കൊടുക്കാം എന്ന് പറയുന്ന സമയത്ത് അതിന് ഇത്ര 3,600 രൂപ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പൈസ മാത്രമായിട്ടാണ് മലയാളി കാണുന്നുള്ളൂ. പക്ഷേ അത് വലുതാകുന്നത് 12,000-ലധികം പേരിൽ നിന്നുള്ള പിരിമാണത്തിലാണ്. അങ്ങനെ പിരിക്കുന്ന സമയത്താണ് അത് ഭീകരമായിട്ടുള്ള തുകയായിട്ട് ഏതാണ്ട് 4,80,00,000 മാറുന്നത്. കാരണം ഒരു ശരാശരി എടുക്കുന്ന സമയത്താണ് 3,600 മുതൽ 8,000 വരെ രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു 4,000 രൂപ ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പൈസ വരും. അത് മാത്രമല്ല, അത് കൂടാതെ പിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഒപ്പം വരുന്ന കുടുംബാംഗങ്ങൾ ആ സ്റ്റേഡിയത്തിൽ കയറുന്നതിന് ഒരു പ്രവേശന ഫീസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു തട്ടിപ്പിൻ്റെ ആശാന്മാരാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ആ രീതിയിലും പണം അവർ പിടുങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം ഇത് വലുതാകുന്നത് ഈ 12,000 എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗർ കൊണ്ടാണ്. ഇത് ഇത്ര വലിയ ഒരു തുകയായിട്ടത് മാറിത്തീരുന്നത്. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായില്ലെങ്കിൽ കേരളം ഇത് ചർച്ച ചെയ്യില്ല. പകരം കേരളം ചർച്ച ചെയ്യുന്നത് മെഗാ തിരുവാതിരയെക്കുറിച്ചും അതിൻ്റെ
ഗിന്നസ് റെക്കോർഡിനെ കുറിച്ച് മാത്രമാണ്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിലിങ്ങനെ മുങ്ങിക്കിടക്കുമായിരുന്നു. ഉം. പക്ഷെ അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്ന സമയത്ത് നമ്മളുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ എന്താണ് സ്പോട്ട് ലൈറ്റ് തെളിയുകയും നമ്മൾ അതിൻ്റെ അകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഉമാ തോമസിന് സംഭവിച്ചിരിക്കുന്ന അത്യാഹിതത്തിൽ വലിയ തരത്തിൽ ആശങ്ക പുലർത്തുകയും വലിയ തോതിൽ അതിലേക്ക് സമൂഹത്തിൻ്റെ ഇടപെടൽ വരികയും ചെയ്തു. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇതിനകത്ത് അതിശക്തമായിട്ട് ഇടപെട്ട് ആ വിഷയങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് പിന്നെ വീണ്ടും വീണ്ടും പലതരത്തിലുള്ള ട്വിസ്റ്റുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സിനിമ നടി എന്നൊരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആരാധന അല്ലെങ്കിൽ ഒരു ഫാൻ എന്താണ് ഫീൽ ഉണ്ട് അവർക്ക്. ഫാൻ ഫീൽ എന്ന് നമുക്ക് അതിന് പറയാം. ആ ഫാൻ ഫീൽ ഉള്ളതിൻ്റെ പേരിൽ ഒരു ഏത് കാര്യത്തിനും ഒരു സിനിമാ നടിയോ അല്ലെങ്കിൽ സിനിമാ നടനെയോ വെച്ച് പറ്റിക്കൽ നടത്താം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു യുക്തി എന്ന് പറഞ്ഞാൽ. ആ യുക്തി ഇതിൻ്റെ സംഘാടകർ അവരാരുമല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും മലയാളി അതിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളിയെ പറ്റിക്കാം, കാരണം മലയാളി നിന്ന് വരെയാണ് ചെയ്യുന്നത് പറ്റിക്കപ്പെടാനായിട്ട്. അതാണ് പ്രശ്നം. അപ്പോൾ ഇവൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് അതിപ്പോൾ നമുക്കറിയാം, കുട്ടികൾ നമ്മുടെ പല മലയാളികളുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ, വലിയ വലിയ സ്കൂളുകൾ, ചോയ്സ് സ്കൂൾ പോലെയുള്ള സ്കൂളുകളിൽ ഈ എന്താണ് 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്ന ഒരു കുട്ടിയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3 ലക്ഷം 4 ലക്ഷം രൂപയാണ്. എന്തിനും 3 ലക്ഷം 4 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഇത്തരത്തിലുള്ള വലിയ വലിയ എന്താണെന്ന് നമുക്കതിന് പറയാവുന്നത് വലിയ ബ്രാൻഡഡ് സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നത്. എന്താണ് അവിടെ പഠിക്കുന്നത്? എന്താണ് അത്ഭുതം? ഒരു അത്ഭുതം സംഭവിക്കില്ല. ഇവൻ കാശ് കൊണ്ടേ കൊടുക്കും. എന്തിനാണ് മലയാളി അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, മലയാളിയുടെ സുഹൃത്തുക്കൾ ചോദിക്കും, എവിടെ മകൾ പഠിക്കുന്ന എവിടെ, മകൻ പഠിക്കുന്ന എവിടെയാണ്? അപ്പോൾ പറയും ചോയ്സ് സ്കൂളിൽ പഠിക്കുന്നു, അതല്ലെങ്കിൽ അതേപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയുന്നത്. ഈ മകനോ മകളോ പഠിക്കുന്ന സ്കൂൾ എന്ന് പറയുന്നത് അത് അച്ഛൻ്റെയോ അമ്മയുടെയോ സ്റ്റാറ്റസ് സിമ്പിളായി മാറണേ. ഇത് തന്നെയാണ് ഗിന്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഒരു സ്റ്റാറ്റസ് കോ. ആ സ്റ്റാറ്റസ് കോ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് എത്ര പണം വേണമെങ്കിലും മുടക്കാനായിട്ട് മലയാളി തയ്യാറാണ് എന്നുള്ളതാണ്. മലയാളിയുടെ അത്തരത്തിലുള്ള മലയാളിയുടെ ആ കാപട്യം, അതൊരു കാപട്യമാണ് ശരിക്കും പറഞ്ഞത്. ആ കാപട്യത്തെ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ ആളുകൾ എന്ത് ചെയ്യാണ്? ചൂഷണം ചെയ്യുന്നു. ആ ചൂഷണമാണ് ഇവിടെ സാമ്പത്തിക ചൂഷണമായിട്ട് മാറിത്തീർന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിൽ ഒരുപാട് മാഷ് പറഞ്ഞ പോലെ വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കാം ചിലപ്പോൾ. അതിൻ്റെ ഒരു മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ അത്രയും ചെറിയ കാര്യങ്ങളായിരിക്കാം പുറത്തു വന്നത്. പക്ഷേ ഇതിൽ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഒരാൾ, അരുൺ ദേവ് എന്ന് പറയുന്ന ഒരാൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ പരാതി കൃത്യമായി അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ പിന്നിൽ ഉന്നതരായ നിരവധി പേരുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്തു വരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ല, ഉന്നതരാണ് എങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും പുറത്തു വരില്ല. കാരണം വെച്ചാൽ അന്വേഷണം നടക്കുന്ന സമയത്ത് ആ അന്വേഷണത്തിൻ്റെ വാതിലടക്കും. അപ്പോൾ വേറെ ഒരു അന്വേഷണത്തിൻ്റെ വാതിൽ തുറക്കും, അതടക്കും. കുറേ ആൾ കഴിയുമ്പോൾ ആളത് മറക്കും. എത്ര നാളുണ്ട് ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ചർച്ചയുടെ. നമ്മൾ തന്നെ ഇനി ഇത് ചർച്ച ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ചാനലുകളും ഈ ചർച്ചയൊക്കെ അവസാനിപ്പിക്കും. മെയിൻ സ്ട്രീം ചാനൽ ഇപ്പോൾ തന്നെ അത് അവസാനിപ്പിച്ചു. ദിവ്യയുണ്ണി അമേരിക്കയിലേക്ക് പോയി അത് അവസാനിച്ചു. അപ്പോൾ അങ്ങനെ അത് അവസാനിക്കുമ്പോൾ ഈ തട്ടിപ്പുകാർക്ക് എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്കാർക്കും അറിയില്ല. അത് ഈ ഭരണപരമായിട്ടുള്ള സംവിധാനങ്ങളുടെയും പോലീസ് സംവിധാനങ്ങളുടെയും ഇടയിൽ അവൻ്റെ ഇടനാഴികളിൽ അത് മരിച്ചു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നല്ലോ കേരളത്തിൽ എന്നത് ഒരു കഥയായും ഓർമ്മയായും ഒക്കെ മാറും. അതിനപ്പുറത്തൊന്നും ഇതിലും സംഭവിക്കാനായിട്ട് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദിവ്യ ഉണ്ണിയെ ഇപ്പോൾ സാധാരണക്കാരാണ് ഒരാളാണ് ഇതിൽ ഇത് പെട്ടുപോയതെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഒരു എന്താ പറയുക രക്ഷപ്പെടാനുള്ള സാധ്യത, ഒരു ചോദ്യം ഒരു മൊഴിയെടുക്കാൻ പോലും കാത്തു നിൽക്കാതെ പിന്നെ പോലീസിൻ്റെ കണ്ണുവെട്ടത്തു കൂടി അവർ പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ പോലീസ് എപ്പോഴേ ഈ കേസിൽ അറസ്റ്റ്, ചോദ്യം ചെയ്യൽ, മറ്റ് നടപടികളൊക്കെ വളരെ ശുഷ്കാന്തിയോടെ നടത്തുമായിരുന്നു. അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്നും ഇത്തരം ഇടപാടുകളുടെ നേതൃപദവിയിൽ എത്തിച്ചേരാനുള്ള സാധ്യതയില്ല. സമൂഹത്തിൽ എന്ത് നടക്കുന്നത് സെലിബ്രിറ്റികളും അതുപോലെ പ്രമാണികളും ഒക്കെ കൂടി നടത്തുന്ന നടത്തൽപ്പുകൾ മാത്രമാണ്.
അപ്പോൾ അവർ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ അത് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള പഴുതുകൾ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും ആ തട്ടിപ്പുകളൊക്കെ നടത്തുന്നത്. പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതിങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇതറിയുമായിരുന്നു. ഇല്ല, ഇതിന് പകരം അവർ അടുത്തവണ തൃശ്ശൂർ നടത്തും, അതെ. അതല്ലെങ്കിൽ കോഴിക്കോട് നടത്തും, തിരുവനന്തപുരത്ത് നടത്തും. അങ്ങനെ ഓരോ സ്ഥലത്തും നടത്തി കോടികൾ അവർ അടിച്ചെടുക്കുമായിരുന്നു എന്ന് മാത്രമാണ് നമ്മുടെ ആളുകളിപ്പോൾ അനുമാനത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ കോമൺ സെൻസിൻ്റെ ഒരു സാധ്യത മാത്രമാണ് അത്തരത്തിൽ അനുമാനങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളത്. ഇപ്പോൾ സാധാരണക്കാരൻ ആയിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന ചോദ്യം അപ്രസക്തമാണ്. സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണക്കാരെ മുന്നിൽ നിർത്തി അതിൻ്റെ പിന്നിൽ വലിയ ശക്തികൾ ചിലപ്പോൾ പ്രവർത്തിച്ചിട്ട് ഇതൊക്കെ നടന്നേക്കാം. തീർച്ചയായിട്ടും വലിയ ശക്തികൾക്ക് മാത്രമാണ് ഇതൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ സമ്പത്തെന്ന് പറയുന്നത് ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ചില ആളുകളുടെ പോക്കറ്റിൽ മാത്രം എത്തിച്ചേരും, മറ്റവരൊക്കെ എന്നും സാധാരണക്കാരായിട്ട് തന്നെ കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സെലിബ്രിറ്റികൾ അവരാണ് നമ്മളുടെ ഈ ലോകം എന്ന് പറയുന്നത് നിർമ്മിക്കുന്നത്, അവരാണ് ഈ ലോകത്ത് നയിക്കുന്നത്, അവരാണ് ഈ ലോകത്തെ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സാധാരണക്കാർ അമ്പമ്പോ എന്ന് പറഞ്ഞ് ഇത് കണ്ട് അമ്പരക്കുക മാത്രമാണ് ചെയ്യുന്നത്. എപ്പോൾ ഈ കാര്യത്തിൽ അത് തന്നെയാണ്, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചില അപശകുനങ്ങളോ ദുരന്തങ്ങളോ അത്യാഹിതങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വാർത്തകളായിട്ട് ആളിപ്പടർന്ന് പിടിക്കും. കുറേ കാലത്തേക്ക് ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള കഥാപാത്രങ്ങളിലൊക്കെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോകും. ചിലപ്പോൾ പോലീസിൻ്റെ കയ്യിൽ അമരും, അതല്ലെങ്കിൽ അവർ കുറച്ച് ദിവസമൊക്കെ പോലീസ് സ്റ്റേഷനകത്ത് അവിടെ ഇവിടെയൊക്കെ ഇരുന്നെന്നൊക്കെ ഇരിക്കും. അതിൽ കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് സംഭവിക്കാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ചത് നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പോഴും നമ്മളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഉമ്മാ തോമസിൻ്റെ തിരിച്ചുവരാണ്. അവർ തിരിച്ചു വരണം. ഈ ഇവന്മാർ ഈ കള്ളന്മാരും തെമ്മാടികളൊക്കെ രക്ഷപ്പെട്ടാലൊന്നും ആളുകൾക്ക് വലിയ പ്രശ്നമില്ല. അവർ തിരിച്ചു വരുന്നതാണ് സാധാരണക്കാരൻ്റെ ആശ്വാസവും അതുപോലെ തന്നെ അവൻ്റെ പ്രതീക്ഷയും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റേത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് മറന്നു പോകും. വേണമെങ്കിൽ നമുക്ക് പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്ന് ഒരു ദിവസം എന്ത് സംഭവിച്ചു, ഈ സംഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അവർക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്കും എന്നുള്ളത് മറ്റൊരിക്കൽ വേണമെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്ന് മാത്രമേ ഉള്ളൂ.